സാറ് നമ്മളെടുത്ത് നേരെ റൂമിലേക്ക് പോവാണ്. നൈറ്റ് വാക്കിംഗ് അങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. ദുബായ് നൈറ്റ് വ്ളോഗ് ആൻഡ് വാക്കിംഗ്. ഒരു പേടിയും ഇല്ല സുഹൃത്തുക്കളെ. ക്യാമറ പിടിച്ചാണ്ട് ഞാൻ മാളിൽ പോകുന്ന നേരമല്ല ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് നോക്ക്. അപ്പോൾ എല്ലാവരും എത്ര ആൾ കഴിയാന്നിരുന്നാ വലിയ വണ്ടിയിലല്ല ആയിരിക്കും വരുന്നത്. നമ്മൾ ഇവിടെ പോയിട്ടില്ല ബുർജ് ഖലീഫേൻ്റെ അടുത്ത്. ആടെ പോയാലോ വലിയ വണ്ടിയിൽ എന്നാ പേരറിഞ്ഞൂടാ, വലിയ വണ്ടിയിൽ വന്നിട്ട് കൈ തന്നിട്ട് പോയി. ഓരോ വിചാരം ഞാൻ വ്ളോഗറാണ്, ചണ്ടാമുണ്ട വ്ളോഗർ. നടക്കണം. നൈറ്റ് വാക്കിംഗ് ബ്രദർ. ഇത് ആദ്യം ഇല്ല, ആദ്യം ഇങ്ങനെ ക്യാമറ പിടിച്ചു പോകുന്നേരോ എന്തോ ഒപ്പാടി ഞാൻ ആൾക്കാരെ മുന്നിൽ നിന്ന് ഓഫായി കളി. ഇപ്പൊ ഒരു ഇതില്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ ഓല് ചോദിക്കും എടുത്തേക്കാൻ ചോദിക്കും. അന്നേരം നമ്മളെന്താ പറയാ, വെറുതെ എടുക്കുക. അങ്ങനെ ഉണ്ട് ലിമിറ്റ്, ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഇല്ല, യൂട്യൂബിൽ ഫാസ്റ്റിനായി അതൊന്നുമില്ല. നമ്മൾ തോണ്ടിയെടുക്കും, അതാണ്. നമ്മളെങ്ങനെ കത്തിക്കേരും. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇതിൽ കണ്ടുവരാൻ പോലീസ് വണ്ടി പോലെ ഉണ്ട്. പോലീസ് വണ്ടി എത്തിയാ എവിടെ രാത്രി എന്താ ഒന്നും മനസ്സിലാവല്ലേ അല്ലേ. ദുബായ് ടാക്സി കാണാത്തവർക്ക് ഗിഫ്റ്റ് സെറ്റ് അടുത്ത് എല്ലാം കിട്ടും. വീടിയല്ല ഇതല്ല നിങ്ങൾ പറഞ്ഞ കട. ഗിഫ്റ്റ് സെറ്റ് എല്ലാം കിട്ടും. നിങ്ങൾ പറഞ്ഞ കട ഇതല്ല നിങ്ങൾ പറഞ്ഞ കട. ഇത് കൊറേ പോകാനുണ്ട്. ഈ റോഡിന് മെയിൻ റോഡിൽ പിന്നെ അത് ലൈറ്റുകൾ രാവിലെ അത് കാണുക, രാത്രി ഇനി അത്ര ഇതുണ്ടാവില്ല. ഇയാളാ നമ്മളെ ഒന്നുകൂടി ആളാണ്. വ്ളോഗിങ് ഫുൾ വ്ളോഗിങ് സ്റ്റൈൽ യൂട്യൂബ് ആക്റ്റീവ് ആക്കുന്ന. പിന്നല്ല ഹുബ്ലി ഹോട്ടലൊന്നും വേണ്ട, നമ്മളെ ഹോട്ടൽ മതി. ഇവിടുത്തെ ATM കാണാത്തവർക്ക് ATM ഇതാണ് ATM. പുതിയ ചായക്കട എത്തിയ സ്ഥലം നമ്മളെ റൂമിന്റെ പേരൊന്നും കാണിക്കുന്നില്ല. നാളെ വന്നിട്ട് അടിയായിരിക്കും, അതുകൊണ്ട് റൂമിന്റെ പേര് സ്ഥലമൊന്നും കാണിക്കുന്നില്ല. വേണേ ഒന്ന് എല്ലാവർക്കും പുതിയ വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ബൈ ബൈ ബൈ.